Welcome to AutoCAD online training. എൻ്റെ പേര് സീന. ഞാൻ BIMLABS ടെക്നിക്കൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. BIMLABS Autodeskന്റെ ഓതറൈസ്ഡ് ലേണിംഗ് പാർട്ട്ണർ ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൈൻ ടൈപ്പും ലൈൻ വെയിറ്റിനെ കുറിച്ചിട്ടാണ്. ലൈൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് AutoCADനകത്തുള്ള ഡ്രോയിങ്സിന് ഡിഫറെന്റ് ആയിട്ടുള്ള ലൈൻ ടൈപ്പിൽ സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എങ്ങനെ ലൈൻ ടൈപ്പ് സെറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ നിങ്ങളെ ലെയറിന്റെ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. ലെയറിനകത്ത് നമുക്ക് ലൈൻ ടൈപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ലെയർ ഇല്ലാണ്ട് നമുക്ക് എങ്ങനെ ലൈൻ ടൈപ്പ് സെറ്റ് ചെയ്യാന്ന് കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിനുവേണ്ടി മെനു ബാറിലെ ഫോർമാറ്റിലേക്ക് വരിക, അവിടെ നിന്ന് ലൈൻ ടൈപ്പ് എടുക്കുക. ലൈൻ ടൈപ്പ് എടുക്കുമ്പോൾ അത് ഇങ്ങനെയായിരിക്കും കാണിച്ചത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ലൈൻ ആയിരിക്കും ഇതിനകത്ത് ഡിഫോൾട്ട് ആയിട്ട് ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. വേറെ നമുക്ക് ലൈൻ ടൈപ്പ് ലോഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്ന് ലോഡ് ഓപ്ഷൻ എടുക്കാം. ലോഡ് ഓപ്ഷൻ എടുത്തതിന് ശേഷം നമുക്ക് ലൈൻ ടൈപ്പ് ലോഡ് ചെയ്യാം. ഇപ്പൊ ഞാനൊരു സാധാരണ ഇൻസുലേഷൻ ഒക്കെ കൊടുക്കുന്ന ഒരു ലൈൻ ടൈപ്പ് ആണ് ഇവിടെ ഞാൻ ചൂസ് ചെയ്യുന്നത്. അതെടുത്തു ഓക്കെ കൊടുത്തു. ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലൈൻ ടൈപ്പ് ലോഡ് ചെയ്യുക. എന്നതിന് ശേഷം ഇവിടെ ഹോം ടാബിനകത്ത് നമ്മുടെ റിബൺ പാനലിലെ ഹോം ടാബില് പ്രോപ്പർട്ടീസ് എന്നൊരു പാനൽ ഉണ്ടാവും. അതിനകത്ത് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ലൈൻ ടൈപ്പ് ആണ്. ലൈൻ ടൈപ്പ് ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡ്രോയിങ് ചെയ്യുമ്പോൾ ഏത് ലൈൻ ടൈപ്പ് വേണമെന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ആ ലൈൻ ടൈപ്പ് സെറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഡ്രോയിങ് വരയ്ക്കുകയാണ്. കണ്ടോ, സൂം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലൈൻ ടൈപ്പിലേക്ക് മാറിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ബൈ ലെയർ ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ലെയറിനകത്ത് ഏത് ലൈൻ ടൈപ്പ് ആണോ കിടക്കുന്നത് അതായിരിക്കും വരിക. ഇപ്പം 0 ലെയറിനകത്ത് കണ്ടിന്യൂസ് ലൈൻ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ അതായിരിക്കും വരിക. ഇവിടെ ഞാൻ മാറ്റി വേറെ ലൈൻ ടൈപ്പ് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ലൈൻ ടൈപ്പ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ഇനി നമുക്ക് ഇതിന്റെ സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലൈൻ ടൈപ്പിന്റെ ഈ ഒരു സ്കെയിൽ നമുക്ക് ഇതിന്റെ സൈസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ആ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തിട്ട് പ്രോപ്പർട്ടിയിൽ വരുമ്പോൾ ഇവിടെ കണ്ടോ ലൈൻ ടൈപ്പ് സ്കെയിൽ എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഞാനിപ്പോ അവിടെ ഒരു 3 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ അതിന്റെ ലൈൻ ടൈപ്പിന്റെ ആ ഒരു വിഡ്ത് ഒക്കെ മാറിയിട്ടുണ്ട്. ഇതൊക്കെ സാധാരണ വാൾ ഇൻസുലേഷൻ ഒക്കെ കൊടുക്കുന്ന ഒരു ലൈൻ ടൈപ്പ് ആണ്. അതിവിടെ മാറിയിട്ടുണ്ടാവും. ഇതാണ് മെയിൻ ആയിട്ട് ലൈൻ ടൈപ്പ് എന്ന് പറയുന്നത്. അടുത്ത ലൈൻ വെയിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രിന്റ് എടുക്കുമ്പോൾ എത്ര ഇങ്ക് നമ്മുടെ പ്രിന്റിൽ വരണം എന്നുള്ളതാണ്. അവിടെ എത്ര ഇങ്ക് വീഴണം എന്നുള്ളതാണ് ഈ ലൈൻ ടൈപ്പ് ലൈൻ വെയിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനും സെയിം തന്നെ ഫോർമാറ്റിനകത്ത് ലൈൻ വെയിറ്റ് ഉണ്ട്. ലൈൻ വെയിറ്റിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് ബൈ ലെയർ ഓപ്ഷൻ. ബൈ ലെയർ ആണെങ്കിൽ നമ്മൾ ലെയറിൽ കൊടുക്കുന്ന ലൈൻ വെയിറ്റ് ആയിരിക്കും ഒബ്ജക്റ്റിൽ കാണിക്കുക. അല്ലാതെ നമുക്ക് ഡയറക്റ്റ് വേറെ ലൈൻ വെയിറ്റിൽ വരയ്ക്കണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഏതെങ്കിലും ലൈൻ വെയിറ്റ് ചൂസ് ചെയ്യാം. അല്ലാതെ സാധാരണ നിങ്ങൾക്ക് ലൈൻ വെയിറ്റ് എടുക്കുമ്പോൾ ഡിഫോൾട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഡിഫോൾട്ട് ആണെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളാം അതിന്റെ ലൈൻ വെയിറ്റ് 0.25 ആണ് അതിന്റെ ലൈൻ വെയിറ്റ്, ഡിഫോൾട്ട് ലൈൻ വെയിറ്റ്. ഓക്കെ, ഞാനൊരു 0.50 എന്നൊരു ലൈൻ വെയിറ്റ് ഒക്കെ കൊടുത്തു. അത് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ആക്റ്റീവ് ആയിട്ടുണ്ട്. കേട്ടോ, നമുക്ക് ഒന്നുകിൽ ഈ ഫോർമാറ്റിൽ പോയി സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ആക്റ്റീവ് ആക്കി കൊടുക്കാൻ പറ്റും. എന്നതിന് ശേഷം ഞാനൊരു റെക്ടാംഗിൾ വരയ്ക്കുകയാണ്. ബൈ ലെയർ ആക്കിയിട്ട് വരയ്ക്കാവേ. കണ്ടോ, ലൈൻ വെയിറ്റ് എന്തെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒരു വിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വിട്ട് എന്ന് പറഞ്ഞത്. ശരിക്കും അത് വിട്ടല്ല, അതിന്റെ ഇങ്ക് ആണ്. എത്ര ഇങ്ക് വേണം എന്നുള്ളതാണ് അവിടെ മീൻ ചെയ്യുന്നത്. നമുക്ക് ഓട്ടോകാഡിനകത്ത് ഇന്റർഫേസിൽ ലൈൻ വെയിറ്റിന്റെ ഡിസ്പ്ലേ കാണിച്ചു തരുന്നില്ല എങ്കിൽ സ്റ്റാറ്റസ് ബാറിൽ വന്നിട്ട് ഒരു ഓപ്ഷൻ നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കണം. അതാണ് ഇത് ലൈൻ വെയിറ്റ് ഡിസ്പ്ലേ എന്ന് പറയും. ലൈൻ വെയിറ്റ് ഡിസ്പ്ലേ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് ബാറിനകത്ത് ഇല്ല എങ്കിൽ ലാസ്റ്റ് ഒരു ഓപ്ഷൻ ഉണ്ട്, കസ്റ്റമൈസേഷനകത്ത് പോയിട്ട് ലൈൻ വെയിറ്റ് ഓൺ ചെയ്ത് കൊടുക്കുമ്പോഴായിരിക്കും ഇതിവിടെ വന്നിട്ടുണ്ടാവുക. അത് ഓൺ ചെയ്യുമ്പോഴാണ് കണ്ടോ ലൈൻ വെയിറ്റ് കാണിച്ചു തരും. ഇതാണ് ലൈൻ വെയിറ്റ്. ഇവിടെ നമ്മൾ ഓൺ ചെയ്താലും ഓഫ് ചെയ്താലും ഇത് പ്രിന്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈൻ വെയിറ്റ് ഡിസ്പ്ലേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് പ്രിന്റ് ഓപ്ഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, ക്ലിയർ. ദെൻ ലൈൻ ടൈപ്പ് ഫോർമാറ്റിനകത്ത് പോവാണ്ട് തന്നെ ഇത് ഇവിടെ അതർ എന്നൊരു ഓപ്ഷനിലേക്ക് വരുമ്പോൾ അതിന്റെ ലൈൻ ടൈപ്പ് മാനേജറിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ വേറെ ലൈൻ ടൈപ്സും ലോഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ മെയിൽ ചെയ്യാം. സോ താങ്ക് യു.